ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ SCERT പാഠഭാഗങ്ങൾ പാർട്ട് 11 എടുക്കുന്നത്. ഇതിൽ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗമാണ് എടുക്കുന്നത്. നമ്മൾ ലോക ചരിത്രത്തിൽ വിപ്ലവങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം പോലുള്ള വിപ്ലവങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി നോക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, യുദ്ധാനന്തര ലോകം, നവസാമ്രാജ്യത്വം ഒക്കെ കൊണ്ട് ഇതൊരു നീണ്ട ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്ക്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവം. നമുക്കറിയാം, വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് 18ാം നൂറ്റാണ്ടിലാണ്. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് 18ാം നൂറ്റാണ്ടിലാണ്. ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പന്നം കൂട്ടി. ഇത് അവരുടെ ലാഭത്തിൽ വർധനവുണ്ടാക്കി. ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ എങ്ങനെ അറിയപ്പെട്ടു? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. വൻകിട വ്യവസായങ്ങൾ, വലിയ വലിയ വ്യവസായങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മൂലധന നിക്ഷേപം കൂടി, വർദ്ധിച്ചു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകുമായിരുന്നില്ല. ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷി ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. അപ്പോൾ എന്താണ് പറഞ്ഞത്? യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അധികാരവും അതുപോലെ സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറുകയും ചെയ്തു. അപ്പോൾ ഏഷ്യയിൽ, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ യൂറോപ്യന്മാരെ കോളനികൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങൾ, അതുപോലെ അതിലൂടെ തൊഴിലാളികൾ നേടിയ വേതന വർധനവ് മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി. യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായിട്ടാണ് കണ്ടിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്തിനായിരുന്നു ഇന്ത്യയിൽ കോളനികൾ ഉണ്ടാക്കിയത്? അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രമായിട്ടാണ് ഇന്ത്യയെ കണ്ടത്. അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായിട്ടാണ് ഇന്ത്യയെ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് എല്ലായിടത്തും, എല്ലാ രാജ്യങ്ങളിലും ഇവർ കോളനികൾ ഉണ്ടാക്കുന്നത്. പിൽക്കാലത്ത് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇനി നോക്കുന്നത്. കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തിയത്? അതിനവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇനി നോക്കുന്നത്. തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മൂലധന നിക്ഷേപം അവർ കോളനികളിൽ നടത്തുന്നത്. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കോളനികളിലേക്കുള്ള ഈ മൂലധന കയറ്റുമതിയുടെ ഘട്ടം അറിയപ്പെടുന്നത്? സാമ്രാജ്യത്വം എന്നാണ് അറിയപ്പെട്ടത്. എന്താണ് സാമ്രാജ്യത്വം? അതുപോലെ അതിൻ്റെ സവിശേഷത എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യമാണ്. നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത്. അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത്. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? നമുക്ക് നോക്കാം. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. അതുപോലെ ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. വേറെ ഒരു രാജ്യത്തു നിന്നുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവരുടെ രീതികൾ
ഈ കോളനികളിലേക്ക് വന്നു. പരമ്പരാഗത ഭക്ഷ്യ വിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. അപ്പോൾ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദാരിദ്ര്യവും ഉണ്ടായി, അതുപോലെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. ഇവിടുന്നല്ലേ അസംസ്കൃത വസ്തുക്കളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളെല്ലാം എന്താണ്, കൊള്ളയടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി, യൂറോപ്യൻ നാടുകളിലേക്ക് കൊണ്ടുപോയി. തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു. നമ്മുടേതായ കലകൾ, അതുപോലെ സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം ഇതൊക്കെ തകർക്കപ്പെട്ടു. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസാണ്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, പോർച്ചുഗീസുകാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്താണ്, പരസ്പര മത്സരങ്ങളുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? കോളനികൾക്കും കമ്പോളങ്ങൾക്കും ഒക്കെ വേണ്ടി. അപ്പോൾ അതൊക്കെ എന്താണ്, യുദ്ധങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ ഒന്നാം ലോക യുദ്ധം ഉണ്ടാവുകയാണ്. അപ്പോൾ ഒന്നാം ലോക യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ, അതുപോലെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതിന് വഴിതെളിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദവും. ഇനി ത്രികക്ഷി സഖ്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്, അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്, ഇതാണ് നമ്മളിനി നോക്കുന്നത്. ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ഇത്രയും പേരാണുള്ളത്. ഇത്രയും രാജ്യങ്ങളാണ് ഉള്ളത്. ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാണുള്ളത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ മറന്നു പോകരുത്, ഏറ്റവും വലിയ ശക്തികളായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഒരു ചേരിയിലാണ്. ഏതാണ്? ത്രികക്ഷി സൗഹാർദ്ദത്തിലാണ്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഈ സഖ്യങ്ങളുടെയൊക്കെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്തു. സാമ്രാജ്യത്വ മത്സരങ്ങൾ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങളാണ് സ്വീകരിച്ചത്. അതിലൊന്നാണ് തീവ്ര ദേശീയത അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. എന്താണ് ഈ അഗ്രസീവ് നാഷണലിസം? മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതാണ് തീവ്ര ദേശീയത. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട സംഘടനകളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, അതുപോലെ പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഇതൊക്കെ. അപ്പോൾ നമുക്ക് പാൻ സ്ലാവ് പ്രസ്ഥാനം എന്താണ്, അതുപോലെ പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്താണ്, പ്രതികാര പ്രസ്ഥാനം എന്താണ് എന്നൊക്കെ നോക്കാം. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. PSC നേരത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യം നോക്കുന്നത് പാൻ സ്ലാവ് പ്രസ്ഥാനമാണ്. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അപ്പോൾ എന്താണ് കിഴക്കൻ യൂറോപ്പിലാണ് ഏതൊക്കെ രാജ്യങ്ങളുള്ളത്? സെർബിയ, അതുപോലെ ബൾഗേറിയ, ഗ്രീസ്. അപ്പോൾ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ഇവിടെയൊക്കെ ഒരു വംശജരുണ്ട്. ആ വംശജരുടെ പേരെന്താണ്? സ്ലാവ് വംശജരെന്നാണ്. അപ്പോൾ ഈ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ വേണ്ടി ആരാഗ്രഹിച്ചു? റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. അടുത്തത് ഏതാണ്? പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ്. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും. എവിടെയാണ്? മധ്യ യൂറോപ്പിലും അതുപോലെ ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു വർഗമാണ് ഏത്? ട്യൂട്ടോണിക് വർഗ്ഗക്കാർ. അപ്പോൾ അവരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ജർമ്മനി കണ്ടെത്തിയ മാർഗം. എവിടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനാണ്?
മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും. അപ്പോൾ അതിനായിട്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഏത് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ആരംഭിച്ചത്? ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രതികാര പ്രസ്ഥാനമാണ്. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. അപ്പോൾ എന്താണ് 1871 ആര്? ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നാണ്. ജർമ്മനി എന്താണ്? ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് അൽസൈസ്, ലൊറൈൻ ഈ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്? റഷ്യ. പാൻ ജർമ്മൻ ആണെങ്കിലോ ജർമ്മനി. ഇനി പ്രതികാര പ്രസ്ഥാനമാണെങ്കിൽ ഫ്രാൻസ്. ഇനി നമ്മൾ നോക്കുന്നത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികളാണ്. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധിയിലേക്ക് നയിച്ചു. അതാണ് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും. ആദ്യം നമ്മൾ നോക്കുന്നത് മൊറോക്കൻ പ്രതിസന്ധിയാണ്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. മൊറോക്കോയുടെ ആധിപത്യം ഫ്രാൻസിനാണ് എന്നുള്ളത് ബ്രിട്ടനാണ് അംഗീകരിച്ചത്. അതൊരു രഹസ്യസന്ധിയിലൂടെയാണ് അംഗീകരിച്ചത്. പക്ഷേ മൊറോക്കോ കൈവശപ്പെടുത്താൻ വേറൊരു രാജ്യം കൂടെ ആഗ്രഹിച്ചിരുന്നു. ഏതാണ്? ജർമ്മനി. അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിൻ്റെ ആധിപത്യം ആരംഗീകരിച്ചില്ല? ജർമ്മനി അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ, ഫ്രഞ്ച് കോങ്കോയെ മൊത്തമല്ല, ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. തൽക്കാലത്തേക്കിന് പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. മൊറോക്കൻ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ബാൽക്കൻ പ്രതിസന്ധിയാണ്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും അതുപോലെ കരിങ്കടലിനും സമീപത്തായിട്ടാണ് ബാൽക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ബാൽക്കൻ മേഖല എന്നത് ഈജിയൻ കടലിനും അതുപോലെ കരിങ്കടലിനും സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഓട്ടോമൻ തുർക്കികളുടെ ആയിരുന്നു ഈ ഒരു ബാൽക്കൻ മേഖല എന്ന് പറയുന്നത്. പക്ഷേ 1912 ബാൽക്കൻ സഖ്യം എന്ന് പറയുന്നത് സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ ഇത്രയും രാജ്യങ്ങളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും ഇതിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ഈ ബാൽക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത് ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ബാൽക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പം മൊറോക്കൻ പ്രതിസന്ധി ആര് തമ്മിലുള്ളതാണ്? ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ളതാണ്. ബാൽക്കൻ പ്രതിസന്ധി ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതാണ്. ഏതൊക്കെയാണ് രാഷ്ട്രങ്ങൾ? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ ഇവർ തമ്മിലുള്ളതാണ് ബാൽക്കൻ പ്രതിസന്ധി. ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും അതുപോലെ ജർമ്മൻ പിന്തുണയോടെ ഓസ്ട്രിയയും ശ്രമിച്ചു. അപ്പം സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ സെർബിയയ്ക്ക് സഹായം ആരാണ്? റഷ്യയാണ്. ഓസ്ട്രിയയ്ക്ക് സഹായം ആരാണ്? ജർമ്മനിയാണ്. ജർമ്മനി എന്നത് ത്രികക്ഷി സഖ്യത്തിലും അതുപോലെ റഷ്യ എന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിലുള്ളതുമാണെന്ന് നമുക്കറിയാം. ഈ സമയത്താണ് 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയായോവിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നത്. അപ്പം ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്നു ഫ്രാൻസിസ് ഫെർഡിനൻഡ്. വെടിവെച്ച് കൊന്നതാരാണ്? ഗാവ്ലോ പ്രിൻസപ്പാണ്. അദ്ദേഹം സെർബിയൻ യുവാവാണ്. സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ ഓൾറെഡി അത്ര നല്ല രസത്തിലല്ല. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ആയപ്പോഴെന്താണ്? ഇവർ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളായി. അതിനാൽ ഈ യുദ്ധമാണ് ഒന്നാം ലോകയുദ്ധം എന്നറിയപ്പെടുന്നത്.
ഒന്നാം ലോകയുദ്ധം നടക്കുവാനുള്ള കാരണങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. പല കാരണങ്ങളും പറഞ്ഞു. പക്ഷേ മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവസാനം പറഞ്ഞ കാരണം തന്നെയാണ്. ഒന്നാം ലോകയുദ്ധം ഉണ്ടാകുവാനിടയായ കാരണം എടുത്തു പറയാൻ പറ്റുന്നത് എന്താണ്? സെർബിയയും ഓസ്ട്രിയയും തമ്മിലുള്ള പ്രശ്നമാണ്. സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം എന്താണ്? ഓസ്ട്രിയൻ കിരീടാവകാശിയെ സെർബിയൻ യുവാവ് വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ഒന്നാം ലോകയുദ്ധം ഉണ്ടാകുന്നു. യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? അത്ര പോസിറ്റീവ് ആയിരിക്കത്തില്ലല്ലോ. രണ്ട് ഭാഗത്തും നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1914 ഇത് ആരംഭിച്ചതെന്ന് പറഞ്ഞു. ഒന്നാം ലോകയുദ്ധം അവസാനിക്കുന്നത് 1918 ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവ്വരാഷ്ട്ര സഖ്യം രൂപം കൊള്ളുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചില സിനിമകൾ ഒന്നാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി ചില സിനിമകൾ എടുത്തിരുന്നു. ആ ഒരു വിഷയം പ്രമേയമാക്കിയുള്ള സിനിമകൾ, അതിൻ്റെ സംവിധായകർ, ഇതൊക്കെ PSC ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഴാങ് റെന്വായുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷനാണ്. ഇത് സംവിധാനം ചെയ്തതാരാണ്? ഴാങ് റെന്വായാണ്. ഈ സിനിമ കൂടാതെ 2 സിനിമകൾ കൂടി പറയുന്നുണ്ട്. SCERT പുസ്തകത്തിൽ 2 സിനിമകൾ കൂടി പറയുന്നുണ്ട് ഈ ഒന്നാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഇത് സംവിധാനം ചെയ്തത് ലെവിസ് മൈൻസ്റ്റോൺ ആണ്. അതുപോലെ പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക്കാണ്. നമ്മൾ 3 ചലച്ചിത്രമാണ് മൊത്തത്തിൽ പഠിച്ചിട്ടുള്ളത്. ഒന്നാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 3 ചലച്ചിത്രങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഗ്രാൻഡ് ഇല്യൂഷൻ, ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്, പാത്ത് ഓഫ് ഗ്ലോറി. യുദ്ധാനന്തരം ഒരുപാട് നഷ്ടങ്ങൾ ഇരു കൂട്ടർക്കും സംഭവിക്കുന്നുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടനും ഫ്രാൻസുമായിരുന്നു. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിൽ പാരീസിൽ ഒരു സമാധാന സമ്മേളനം ചേരുന്നുണ്ട്. യുദ്ധാനന്തര ഒരു സമ്മേളനം ചേരുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ഒരു പാരീസിലെ സമ്മേളനം നടക്കുന്നത് 1919 വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസും ഇവർ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായിട്ട് പല സന്ധികൾ ഒപ്പിട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി. ഒപ്പുവെക്കുന്നത് വർഷം ചോദിക്കുന്നതാണ്. 1919 ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധനഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. അപ്പോൾ യുദ്ധനഷ്ടപരിഹാരമായിട്ട് വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ജർമ്മനിയിലുള്ള ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. എല്ലാറ്റിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. അപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്ക പങ്കെടുത്തിട്ടില്ല. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായിട്ട് മാറുന്നു. ഒന്നാം ലോക യുദ്ധം അതിൻ്റെ അനന്തരഫലമായിട്ട് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുവരെ ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം.
യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടു നിന്നില്ല. 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടായതാണ് ലോകത്തെ എല്ലാം ബാധിച്ച സാമ്പത്തിക മാന്ദ്യം. ആ സാമ്പത്തിക മാന്ദ്യം 1929 അമേരിക്കയും ബാധിച്ചു. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമുള്ള ഫലങ്ങൾ. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു, പണപ്പെരുപ്പം വർദ്ധിച്ചു, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളിലെ ജനങ്ങളുടെ ചുമലിലായി. എന്താണ്? കോളനികളിലെ ജനങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? അധികമായിട്ട് നികുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇനി കറുത്ത വ്യാഴാഴ്ച എന്താണെന്ന് നോക്കാം. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നു. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ എന്താണ് തകർച്ചയുണ്ടായി. അതിനെ കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നു. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് അന്ന് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അതോടെ നഷ്ടമായി. ധാരാളം പേര് ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ തകരാറിലായി. ഇനി നോക്കുന്നത് ഫാസിസവും നാസിസവുമാണ്. ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ നിന്നുള്ള വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാം ലോക യുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ഉള്ള വരികളാണ്. എന്താണ് അതിൻ്റെ നിരീക്ഷണങ്ങളാണ് ചാർലി ചാപ്ലിൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഭരണകൂടങ്ങൾ രൂപപ്പെടാനുണ്ടായ സാഹചര്യം അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. എന്താണ് ഫാസിസം? ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. അപ്പോൾ ലാറ്റിൻ പദമായ ഫാസസിൽ നിന്നാണ് ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. ചോദിച്ചിട്ടുള്ളതാണ് ഫാസിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഫാസിസം എന്ന പേര് വന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. ജനങ്ങൾ തൊഴിൽ രഹിതരായി. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാസിസവും അതുപോലെ ജർമ്മനിയിലെ നാസിസവും. സാമ്പത്തികമായിട്ടുള്ള തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി. എന്താണ്? ഫാസിസവും നാസിസവും വരുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി. ഫാസിസത്തിൻ്റെ ചില സവിശേഷത, ആദ്യം നമ്മൾ ഫാസിസമാണ് നോക്കുന്നത്, സവിശേഷതകളാണ് നോക്കുന്നത്. അതിൻ്റെ എന്തൊക്കെയാണ്? ജനാധിപത്യത്തോടുള്ള വിരോധം, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം, അതുപോലെ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇതൊക്കെയായിരുന്നു ഫാസിസത്തിൻ്റെ സവിശേഷതകൾ. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ആരുടെ വാക്കുകളാണ്? മുസോളനിയുടെ വാക്കുകളാണ്. ആരാണ് ബെനിറ്റോ മുസോളനി?
ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ബെനിറ്റോ മുസോളിനി. ഫാസിസ്റ്റ് പാർട്ടി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താനുള്ള സാഹചര്യങ്ങൾ അതെന്തൊക്കെയായിരിക്കാം, അതാണ് നമ്മളിനി നോക്കുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. നമ്മൾ പഠിച്ചിരുന്നു, 2 ചേരികളായിട്ടായിരുന്നു രാജ്യങ്ങൾ തിരിഞ്ഞിരുന്നത്, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്നതാണ് ഇറ്റലി. ജർമ്മനിയുടെ കൂടെയായിരുന്നു ഇറ്റലി ഉണ്ടായിരുന്നത്. പക്ഷേ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് അവസാനം ഉണ്ടായത്. ഇറ്റലി പിന്നീട് ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് മാറുകയും വിജയിച്ചവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തിരുന്നു. എങ്കിലും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. ഇനി ഇറ്റലി എങ്ങനെയാണ് വിജയിച്ചവരുടെ കൂട്ടത്തിൽ എത്തിപ്പെടുന്നതെന്ന് ഒരു കോളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് കൂറുമാറി. അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്ത് ആയി. നമ്മൾ ഫാസിസം വരുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി ഈ ഫാസിസ്റ്റുകൾ പ്രഖ്യാപിച്ചു. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണ മുദ്രകൾ അദ്ദേഹം സ്വീകരിച്ചു. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. അപ്പോൾ ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ ആരുടെയാണ്? മുസോളിനിയുടെയാണ്. വിദേശ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഒരു നയമായിരുന്നു മുസോളിനി സ്വീകരിച്ചത്. എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്കായിരുന്നു നയിച്ചത്. ഇനി നോക്കുന്നത് ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പായ നാസിസമാണ്. നാസി പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ഹിറ്റ്ലറിനെ അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി. നമ്മൾ പറഞ്ഞിരുന്നു 1919 ജർമ്മനിയുടെ മേൽ വേഴ്സായ് സന്ധി അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിലൂടെ ജർമ്മനിയുടെ കോളനികൾ വീതിച്ചെടുക്കുകയും സമ്പന്നമായ ഖനിപ്രദേശങ്ങളൊക്കെ ഈ സഖ്യരാഷ്ട്രങ്ങളാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹിറ്റ്ലറെ അധികാരത്തിലേറാൻ സഹായിച്ചത് അവിടുത്തെ സാമ്പത്തിക തകർച്ച, പണപ്പെരുപ്പം, അതുപോലെ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയം. അങ്ങനെ ഈ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയം ഉണ്ടായപ്പോൾ അവിടെ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായി. അങ്ങനെ ഹിറ്റ്ലർ അധികാരത്തിലെത്തുന്നു. തൻ്റെ സംഘടനാ മികവ്, അതുപോലെ പ്രസംഗ പാടവം ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. ആദ്യം തന്നെ ശത്രുക്കളായിട്ടുള്ളവരെയെല്ലാം കൊന്നൊടുക്കി. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇത് ഹോളോകാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കൂട്ടക്കൊല, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതരെ കൂട്ടക്കൊല ചെയ്തത്, അതിനെ ഹോളോകാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നമുക്കൊന്ന് നോക്കാം. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. നാസി വാഴ്ചക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഒളിച്ചു കടന്നു.
ഈ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ജൂത കുടുംബമായിരുന്നു. അവരവിടെ നിന്ന് ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു. കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്ന സമയത്താണ് ആൻ ഫ്രാങ്ക് ഡയറി എഴുതുന്നത്. അതാണ് പിന്നീട് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ ബുക്കായിട്ട് ഇറങ്ങിയത്. നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ഒക്കെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞു. ജൂതരെ കൂട്ടക്കൊല ചെയ്തത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണെന്ന് പറഞ്ഞു. ഇവരെ കൂട്ടക്കൊല ചെയ്തത് ഹോളോകാസ്റ്റ് എന്നാണ് അറിയപ്പെട്ടത്. ഇതിനായി തവിട്ടു കുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി. നമ്മൾ പഠിച്ചു മുസോളിനിയുടെ സൈനിക വിഭാഗമാണ് ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കറുത്ത കുപ്പായക്കാർ. അതുപോലെ തന്നെ തവിട്ടു കുപ്പായക്കാരെന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ സൈന്യമാണ് തവിട്ടു കുപ്പായക്കാർ. അതുപോലെ തന്നെ ഹിറ്റ്ലർ ഒരു രഹസ്യ സംഘത്തിന് രൂപം നൽകി. അവരറിയപ്പെട്ടതാണ് ഗസ്റ്റപ്പോ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. ഇനി നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ വിപ്ലവകാരിലൊരാളായ മലയാളിയായ ചെമ്പകരാമൻ പിള്ള, അദ്ദേഹത്തിന് നാസികളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് നോക്കാം. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശീയനായ അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി. ഹിറ്റ്ലറുടെയും നാസികളുടെയും ശത്രുവായി ചെമ്പകരാമൻ പിള്ള. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? രാജാ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു. ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദി എന്ന് വിശ്വസിക്കപ്പെടുന്നു. നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ ഹിറ്റ്ലർ അവിടെ നിരോധിച്ചു, ജർമ്മനിയിൽ നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അപ്പോൾ ഹിറ്റ്ലർ ജർമ്മനിയിൽ നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ എല്ലാം അവിടെ നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു. പത്രത്തിലൂടെയും സിനിമയിലൂടെയും റേഡിയോയിലൂടെയൊക്കെ ഈ ഒരു ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു. ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു. അപ്പോൾ ജർമ്മനി ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ചേർന്നത്? ഇറ്റലിയുമായിട്ടും ജപ്പാനുമായിട്ടാണ്. അവരുമായിട്ട് ചേർന്ന് സൈനിക സഖ്യം ജർമ്മനി രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഫാസിസവും നാസിസവും കാരണം രണ്ടാം ലോകയുദ്ധം ഉണ്ടാവുകയാണ്. ഒന്നാം ലോകയുദ്ധം അവസാനിച്ച് 20 വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോകയുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് ഇനി നോക്കുന്നത്. ഒന്നാം ലോകയുദ്ധം എന്നായിരുന്നു? 1914 മുതൽ 18 വരെയായിരുന്നു. അതിനുശേഷം രണ്ടാം ലോകയുദ്ധം 1939 മുതൽ 45 വരെയാണ്. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു.
ഈ ആക്രമണ നയങ്ങൾ വ്യാപിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി. അപ്പോൾ ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് സഖ്യം ഏതൊക്കെ രാജ്യങ്ങളാണ് അതിലുള്ളത്? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ്. ഇതിനെതിരായി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യത്തിന് രൂപം കൊടുത്തു. അതെന്താണ്? സഖ്യശക്തികൾ എന്നാണ് അറിയപ്പെട്ടത്. അലൈഡ് പവേഴ്സ് എന്ന് അറിയപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ ലോകയുദ്ധത്തിൽ ഉണ്ടാകുന്ന രണ്ട് ചേരികളാണ്. രണ്ട് ചേരികളായിട്ട് ലോകരാഷ്ട്രങ്ങൾ തിരിഞ്ഞു. അതാണ് ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. ആക്സിസ് പവേഴ്സിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. എന്ന് വെച്ചാൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും സഖ്യശക്തികളോട് അല്ലെങ്കിൽ അലൈഡ് പവേഴ്സിനോട് ചേർന്നു. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. നമ്മൾ പറഞ്ഞിരുന്നു 1920 ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്നുണ്ട് സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി. അപ്പോൾ ഈ രണ്ടാം ലോകയുദ്ധം വന്നപ്പോൾ എന്താണ്? സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെടുകയാണ് അവിടെ. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ ആണ് അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടത്. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നു. പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് 1938 മ്യൂണിക് ഉടമ്പടി. നമുക്ക് മ്യൂണിക് ഉടമ്പടി എന്താണെന്ന് നോക്കാം. ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സൂഡറ്റൻലാൻഡ്. ചെക്കോസ്ലോവാക്യയിലെ ഒരു സമ്പൽ സമൃദ്ധമായ പ്രദേശമാണ് സൂഡറ്റൻലാൻഡ്. ഈ സൂഡറ്റൻലാൻഡിന് മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു. തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു. ചെക്കോസ്ലോവാക്യയെ ഇതിലേക്ക് ക്ഷണിച്ചില്ല. ഈ സമ്മേളനം സൂഡറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ബ്രിട്ടന്, ഫ്രാൻസ് ഈ രാഷ്ട്രങ്ങൾ ഇത് യുദ്ധത്തിൽ വിജയിച്ച, ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഈ ജർമ്മനിയും ഇറ്റലിയും അതുപോലെ ജപ്പാനും ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണങ്ങളെ ഒന്നും ഇവർ ചെറുത്തില്ല. ഈ ബ്രിട്ടനും ഫ്രാൻസും കണ്ടില്ലെന്ന് നടിച്ചു. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയന് അതിനെ അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടു. ഫാസിസ്റ്റ് ആക്രമണങ്ങൾ പ്രോത്സാഹനം നൽകിയ ഈ ഒരു നയം, ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഈ ഒരു നയം അറിയപ്പെടുന്നതാണ് പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്നത്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. സഖ്യകക്ഷികൾ ആരൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഇവർ യുദ്ധം പ്രഖ്യാപിച്ചു. അത് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൻ്റെയും രണ്ടാം ലോക യുദ്ധത്തിൻ്റെയും കാരണങ്ങൾക്ക് നിരവധി സമാനതകളുണ്ട്. എന്തൊക്കെയായിരിക്കാം സമാനതകൾ? നമുക്കറിയാം ഈ രാജ്യങ്ങളൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെ കീഴടക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ അവിടെ കോളനികൾ ഉണ്ടാക്കുക, അവിടെ കച്ചവടം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത് തന്നെയാണ് ഒരു അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾക്കും കാരണം, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കും കാരണം ഈ ഒരു കാരണമാണ്. അത് ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചതും ഈ കാരണമാണ്. രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചതും ഈ കാരണം തന്നെയാണ്. ഇനി അനാക്രമണ സന്ധി അല്ലെങ്കിൽ നോൺ അഗ്രഷൻ പാക്റ്റ് എന്താണ് എന്നുള്ളതാണ്. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു. ആരൊക്കെ ചേർന്നാണ്? 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു.
ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. എന്നാൽ 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ അവസാനിച്ചു. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലുള്ള സന്ധിയാണ് അനാക്രമണ സന്ധി. ഇതിലെന്താണ് പറഞ്ഞിരുന്നത്? പോളണ്ട് പങ്കുവെക്കാം എന്നുള്ളതായിരുന്നു, പരസ്പരം ആക്രമിക്കത്തില്ലെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഹിറ്റ്ലർ എന്ത് ചെയ്തു? 1941 റഷ്യ ആക്രമിച്ചു. അതോടെ ഈ സന്ധി അവസാനിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ചില ഫലങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഇവ രണ്ടാം ലോക യുദ്ധത്തിന് കാരണമായത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? വേഴ്സായ് സന്ധി 1919 വേഴ്സായ് സന്ധി ഒപ്പിട്ടു അല്ലേ, ജർമ്മനിയുമായിട്ട്. പിന്നെ സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം എന്തിനാണ്? ലോക സമാധാനത്തിന് വേണ്ടി. ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ആവിർഭാവം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. ഫാസിസവും നാസിസവും എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ജർമ്മനി ആകെ തകർന്നതുകൊണ്ടല്ലേ. അവിടുത്തെ ആളുകൾക്ക് എന്താണ്? പ്രതികാര മനോഭാവം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ നാസിസവും ഫാസിസവും ഉണ്ടാകുന്നത്. ജർമ്മനി തകർന്നു. ഇറ്റലിക്ക് എന്താണ്? ഫാസിസം എവിടെയാണ് ഉണ്ടായത്? ഫാസിസം ഉണ്ടായത് ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിക്ക് എന്താണ്? വിജയിച്ച രാഷ്ട്രങ്ങളുടെ കൂടെ നിന്നിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതാണ് ഇറ്റലിയിൽ എന്താണ് ഈ മുസോളിനി വളരാനും അതുപോലെ ഫാസിസം വളരാനുമൊക്കെ കാരണം. രണ്ടാം ലോക യുദ്ധം ബാക്കി വെച്ചത് എന്താണ് എന്നാണ് ഇനി നോക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുൻപ് അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന ബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങി. അപ്പോൾ ഈ ആറ്റം ബോംബുകൾ അമേരിക്ക വർഷിക്കുന്നത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും അതുപോലെ ഓഗസ്റ്റ് 9 നാഗസാക്കിയിലുമാണ് വർഷിച്ചത്. അങ്ങനെ ജപ്പാൻ കീഴടങ്ങി. എന്തായിരിക്കാം അമേരിക്ക ഇങ്ങനെ ജപ്പാനോട് ചെയ്യാനുള്ള കാരണം? ആ കാരണമാണ് ഇനി പറയുന്നത്. പേൾ ഹാർബർ ആക്രമണം. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. 1941 പേൾ ഹാർബർ ജപ്പാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് പേൾ ഹാർബർ എന്നത് എന്താണ്? അമേരിക്കൻ നാവിക കേന്ദ്രമാണ്. പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അമേരിക്ക ബോംബ് വർഷിച്ചതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഈ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഇനി പറയുന്നത്. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറി. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തോടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറുകയാണ്. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. അപ്പോൾ ആദ്യം രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസ് ആയിരുന്നു. അത് 1920 രൂപീകരിച്ചത്. അത് പരാജയപ്പെട്ടു പോയി. 1920 ജനുവരി 10 ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്നത്. അത് പരാജയമായി പോയി. പിന്നീട് രണ്ടാം ലോക യുദ്ധം ഉണ്ടാകുന്നു. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ആണ് ലോക സമാധാനത്തിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ UN വരുന്നത്. ഇനി ഹിബാകുഷകൾ ആരാണെന്ന് നോക്കാം. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേർ ജീവിക്കുന്ന മനുഷ്യരെയാണ് ഹിബാകുഷകൾ എന്ന് പറയുന്നത്. അണുവികിരണത്തിൻ്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാകുഷകൾ ജപ്പാനിലുണ്ട്. യുദ്ധം കലാസൃഷ്ടികളിൽ
പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗൂർണിക്ക നമുക്കറിയാം. പിക്കാസോയുടെ വിഖ്യാത ചിത്രമാണ് ഗൂർണിക്ക. അതുപോലെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ രണ്ടാം ലോകയുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. അപ്പോൾ രണ്ടാം ലോകയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗൂർണിക്ക. അത് പിക്കാസോയുടെ വിഖ്യാത ചിത്രമാണ്, നമുക്കറിയാം. പിന്നുള്ളത് ഒരു നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി. ഇതാരുടെയാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേയുടെയാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്ര ത്രയങ്ങളായ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും ഡേവിഡ് ലിൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്, ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അലൻ റെനയുടെ ഹിരോഷിമ മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോകയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. അപ്പോൾ ചലച്ചിത്രങ്ങൾ ഒന്നുകൂടെ പറയാം. ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്ര ത്രയങ്ങളാണ്, 3 ചിത്രങ്ങളാണ്. ഏതൊക്കെയാണ്? ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഇത് രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ്, ചലച്ചിത്രമാണ്. അതുപോലെ ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ്. അതുപോലെ ചാർലി ചാപ്ലിൻ്റെ ചലച്ചിത്രം ഏതാണ്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആണ്. ഇനി അലൻ റെനെ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഹിരോഷിമ മോൺ അമോർ. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെയാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നുള്ളത്. ഇതെല്ലാം രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ഇനി ഒക്ടോബർ 24 ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്താണ് UN ദിനമായിട്ട് ആചരിക്കുന്നത്? ഒക്ടോബർ 24 ഒന്നാം ലോക യുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോകസമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ രണ്ടാം ലോക യുദ്ധം ഉണ്ടാകുന്നു. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായുള്ള സംഘടനയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് 1945 ഒക്ടോബർ 24 UNO രൂപീകരിക്കുകയാണ്. 1945 ഒക്ടോബർ 24 UNO രൂപീകരിക്കുന്നത്. UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് UNOയുടെ ആസ്ഥാനം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് UNOയുടെ ലക്ഷ്യങ്ങൾ. UN പതാക കൊടുത്തിട്ടുണ്ട്, നോക്കുക എങ്ങനെയാണ്. നീല കളറിൽ വെള്ള ലോഗോയാണ്, ഇളം നീല കളറിൽ വെള്ള ലോഗോയാണ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ UN ചിഹ്നം നോക്കുക. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ബാലിക. അവൾ രോഗശയ്യയിലായിരുന്നപ്പോൾ നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ്. രണ്ടാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. കൂടാതെ വൻ ശക്തികളായി ഉയർന്നു വന്ന ആരൊക്കെയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ അങ്ങനെ സ്വാതന്ത്ര്യം നേടി. അപ്പോൾ ഇത് അപകോളനീകരണം അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ എന്ന് അറിയപ്പെടുന്നു. ഇനി താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാമ്രാജ്യത്തിനെതിരായി സമരം നയിച്ച രാഷ്ട്ര നേതാക്കളുടെ ചിത്രങ്ങളാണ്. ആരൊക്കെയാണ്? ഇന്ത്യയിൽ ആരാണ്? ഗാന്ധിജിയാണ്. ദക്ഷിണ ആഫ്രിക്കയിൽ ആരാണ്? ദക്ഷിണ ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയാണ്. ഘാനയിൽ ആരാണ്? ക്വാമി ക്രൂമയാണ്. കെനിയയിലെ ജോമോ കെനിയാത്തയാണ്. ഇനി നോക്കുന്നത് ശീതസമരമാണ്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ച് ആണ്. അപ്പോൾ ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ബെർണാഡ് ബറൂച്ച് ആണ്. അദ്ദേഹം അമേരിക്കൻ നയതന്ത്രജ്ഞനാണ്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി. ചോദിക്കുന്നതാണ്, ശീതസമരം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വാൾട്ടർ ലിപ്മാൻ ആണ്. രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറച്ച് ഒരുമിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു.
അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. അങ്ങനെ രണ്ട് ചേരിയായിട്ട് ലോകം മാറുകയാണ്. മുതലാളിത്ത ചേരിക്ക് അമേരിക്ക, അതുപോലെ സോഷ്യലിസ്റ്റ് ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇരുധ്രുവ ലോകമായിട്ട് മാറുകയാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. ആശയപരമായ ഈ ചേരിതിരിവിനെ ചരിത്രകാരനായ അർണോൾഡ് ടോയിൻബി ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ചേരിതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ചരിത്രകാരനായ അർണോൾഡ് ടോയിൻബിയാണ്. അർണോൾഡ് ടോയിൻബിയാണ് ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാറ്റോ, സീറ്റോ, സെൻഡോ, വാൾസോ പാക്ട്. ഫസ്റ്റ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ ഫുൾ ഫോം. ഇതിൽ അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഇതിലുള്ളത്, നാറ്റോയിലുള്ളത്. ഇനി സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സീറ്റോ, ഇതിൽ അമേരിക്കയും സഖ്യകക്ഷികളും തന്നെയാണുള്ളത്. ഇനി സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെൻഡോയിൽ അമേരിക്കയും സഖ്യകക്ഷികളും തന്നെയാണ് ഉള്ളത്. ഇനിയുള്ളത് വാൾസോ പാക്ട് അല്ലെങ്കിൽ വാൾസോ ഉടമ്പടിയാണ്. ഇതിലാരാണുള്ളത്? സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളുമാണ്. ഇരു ചേരികൾക്കും ഒരു ബദൽ, അതാണ് ചേരിചേരായ്മ. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയവരുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലാവിയയിൽ മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയിൽ അഹമ്മദ് സുകാർണോ. എന്താണ് ചേരിചേരാ പ്രസ്ഥാനം? രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി. ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ്. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെ ഭാഗമാകാതെ ഈ രാജ്യങ്ങൾ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെ ഭാഗമാകാതെ ഇവർ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിയുകയും യുദ്ധവും സംഘർഷവുമില്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിലൂടെ അവർ ഇന്തോനേഷ്യയിലെ ബാൻഡൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ ഒരു സമ്മേളനം നടക്കുന്നത് 1955 അപ്പോൾ 1955 ഇന്തോനേഷ്യയിലെ സമ്മേളനം, ബാൻഡൂങ്ങിൽ വെച്ച് ചേർന്ന സമ്മേളനം, അതിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 1961 ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്ന 1961 ബെൽഗ്രേഡിൽ വെച്ചാണ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. ഇനി ഒരു കോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. യാസർ അറാഫത്ത് ഇദ്ദേഹം പറഞ്ഞതാണ്, ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടമാകാതിരിക്കട്ടെ. പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനാണ് യാസർ അറാഫത്ത്.
ഇദ്ദേഹം 1974 UN അസംബ്ലിയിൽ ചേർന്ന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യം അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. നമ്മളത് ആദ്യം പറയുന്നുണ്ട്. തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലാവുകയാണ്. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. ഇത് ബാൽഫർ പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമ ഏഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം അനുവദിക്കും എന്ന് ആര് പറഞ്ഞു? ആർതർ ബാൽഫർ പറഞ്ഞു. ആർതർ ബാൽഫറിൻ്റെ ഈ ഒരു പ്രഖ്യാപനമാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നത്. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത്തരം സംഭവങ്ങൾ ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടി. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളും നടന്നു. ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പാലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി. ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റാണ് യാസർ അറാഫത്ത്. നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിയ ഉടമ്പടിയാണ് ഓസ്ലോ പാക്ട്. അത് എന്നാണ് 1993 അമേരിക്കയുടെ മധ്യത്തിലാണ് ഒപ്പുവെക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. എണ്ണ രാഷ്ട്രീയ ആയുധം. ലോകത്തിലെ എണ്ണ സമ്പത്തിൻ്റെ പകുതിയും പശ്ചിമ ഏഷ്യയിലാണ് ഉള്ളത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന രൂപീകരിച്ചു. അറബ് ഇസ്രായേൽ യുദ്ധം അതിനുശേഷം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. അതാണ് ഒപെക്. പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ എണ്ണ ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കപ്പെട്ടു. എണ്ണ ഉൽപാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് പ്രസ്തുത തന്ത്രം നടപ്പിലാക്കിയത്. സിയോണിസം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. നമുക്ക് സിയോണിസം എന്താണ് എന്ന് നോക്കാം. ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷൽ എന്ന എഴുത്തുകാരനാണ്. ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? തിയോഡർ ഹെർഷലാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ്? ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ആരാണ്? തിയോഡർ ഹെർഷൽ. ഇനി നോക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലുണ്ടായ സുപ്രധാന സംഭവമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഉണ്ടാകുന്നത്. ഇതിനിടയാക്കിയ കാരണങ്ങളാണ് ഇനി നോക്കുന്നത്. മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളായ ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയിക്ക, സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം, ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും, സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം, ഇതൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണം.
1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയാകുന്നു. സോവിയറ്റ് യൂണിയൻ ഇല്ലാതെയാകുന്നത് ഏത് വർഷമാണ്? 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം അവസാനിക്കുന്നു. ഇത് അന്തർദേശീയ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഇരുധ്രുവ ലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. 1991 സോവിയറ്റ് യൂണിയൻ തകരുന്നു, ശീതസമരം അവസാനിക്കുന്നു. അങ്ങനെ ഇരുധ്രുവ ലോകം എന്നുള്ളത് തകരുകയും ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ലോകം അമേരിക്കയുടെ ആധിപത്യത്തിൽ ആയി തീരുകയാണ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി. ഇതോടെ ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം അമേരിക്കയായി. ഇത് ഏകധ്രുവ ലോകക്രമം എന്ന് അറിയപ്പെടുന്നു. ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. മിഖായിൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി കൊണ്ടുവന്നതായിരുന്നു ഗ്ലാസ്നോസ്ത്. ഇത് പ്രകാരം പൗര അവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായാണ് പെരിസ്ട്രോയിക്ക നടപ്പിലാക്കിയത്. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക എന്നിവ ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ മിഖായിൽ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും. ഇതും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അമേരിക്ക തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. മാധ്യമങ്ങളെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളാണ് ഗൾഫ് യുദ്ധത്തിന് കാരണമായത്. നമുക്ക് ഗൾഫ് യുദ്ധങ്ങൾ എന്താണെന്ന് നോക്കാം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുണ്ടായ പ്രധാന സംഭവങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് 1991 2003 നടന്ന ഗൾഫ് യുദ്ധങ്ങൾ. ഇറാഖിലെ ഭരണാധികാരിയായ സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്ന് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യസൈന്യം ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിക്കുകയും ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് ഈ യുദ്ധങ്ങൾക്ക് കാരണമായത്. ഗൾഫ് യുദ്ധങ്ങളിൽ അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷിയും സാങ്കേതിക മികവും ഉപയോഗപ്പെടുത്തി. എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായ കൂട്ടായ്മകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു. അതാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇത് നവസാമ്രാജ്യത്വം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നവസാമ്രാജ്യത്വം എന്താണ്? രണ്ടാം ലോക യുദ്ധാനന്തരം പുതിയ സാമ്രാജ്യത്വ വ്യവസ്ഥിതി വരുന്നു. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ ഉണ്ടാകുന്നു. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇങ്ങനെ ഇടപെടാനായിട്ട് തുടങ്ങി. ഇതാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് കൈവശപ്പെടുത്താൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിച്ചു. അവരുടെ തന്ത്രങ്ങൾ പുതിയൊരു ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമായി. ഇതിലൂടെ വികസിത രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായിട്ട് മാറുന്നു. വികസിത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വികസിത രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ എത്തിച്ചേർന്നു. ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയ സാമ്പത്തിക മേഖല തകരാൻ തുടങ്ങി. ഇനി നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസി. നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ. നമുക്ക് ഉദാരവൽക്കരണം എന്താണെന്ന് നോക്കാം. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും
നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി. ഇനി സ്വകാര്യവൽക്കരണം. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. ഇനി നോക്കുന്നത് ആഗോളവൽക്കരണമാണ്. രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. അപ്പോൾ എന്തൊക്കെയാണ്? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിൽ ഊന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ആഗോളവൽക്കരണം ലോകത്തിനു മുന്നിൽ പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടു. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യ അതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി. എന്നാൽ ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായിട്ട് ബാധിച്ചു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു. ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായിട്ട് ബാധിച്ചത് എങ്ങനെയൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാം ലോക യുദ്ധം പറഞ്ഞു. അതിൽ ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, ആരൊക്കെയാണ് രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു. ഫാസിസവും നാസിസവും പറഞ്ഞു. രണ്ടാം ലോക യുദ്ധത്തെപ്പറ്റി പറഞ്ഞു. യുദ്ധാനന്തര ലോകത്തെപ്പറ്റി പറഞ്ഞു. യുദ്ധാനന്തര ലോകത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം, ശീതസമരം എന്താണ്, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മോചനം, ചേരിചേരാ പ്രസ്ഥാനം, നവസാമ്രാജ്യത്വം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എടുത്തത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.